ഹായ് ഓൾ, സോ വെൽക്കം ടു എക്സ് ആൻഡ് ലേണിംഗ്. അപ്പോൾ നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്ന മാത്സ് ഫെയറിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ആയിരിക്കും. മാത്രമല്ല നമുക്ക് പ്യൂർ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐഡിയാസും നമ്മൾ പറയുന്നതായിരിക്കും. യെസ്, അപ്പോൾ പ്യൂർ കൺസ്ട്രക്ഷൻ്റെ ഐഡിയാസ് കിട്ടണമെങ്കിൽ നിങ്ങൾ നേരെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുക, ഒരു വീഡിയോൻ്റെ മിഡിലേക്ക് പോയാൽ മതി. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഇമ്പോർട്ടൻറ്റ് ടിപ്സ് മാത്സ് ഫെയറിന് എന്തായിരിക്കും? അതിന് മാർക്കിംഗ് സ്കീമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഫസ്റ്റ് വരാൻ പോകുന്നത് 30% ഇൻ നോളജ് ആണ്. അപ്പോൾ നിങ്ങൾ വരക്കുന്ന ചാർട്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ, അതിൽ നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എത്രത്തോളം നിങ്ങൾക്ക് അറിവുണ്ട് എന്ന് അറിയാനാണ് 30% വെയിറ്റേജ് മാർക്കിംഗ് സ്കീമിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ എൽഡേഴ്സ് തന്നിട്ടുള്ള സംഭവം നിങ്ങൾ അതേപടി ഈച്ച് കോപ്പി അടിച്ച് വെക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല നോളജ് വേണം. അപ്പോൾ നിങ്ങൾക്ക് നന്നോണം വൈവ ചോദിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സ്. അപ്പോൾ അതിലൊക്കെ നന്നോണം പിടിച്ചു നിൽക്കാൻ പറ്റണം. യെസ്, സോ 20% റിലേഷൻ വിത്ത് കരിക്കുലം. നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സിനായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചാണ് 20% മാർക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇത് അത്യാവശ്യം മനസ്സിലാക്കാൻ സിമ്പിളാണ്. യെസ്, 25% റൈറ്റ് അപ്പ് ആൻഡ് പ്രസൻറ്റേഷൻ. നിങ്ങൾ 5 മിനിറ്റായിരിക്കും നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ ടൈം കിട്ടുക. അതിൻ്റെ റൈറ്റ് അപ്പും പിന്നെ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ആ 5 മിനിറ്റ് നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, നിങ്ങൾ നല്ലോണം സെല്ല് ചെയ്യണം. അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം അനുസരിച്ചായിരിക്കും 25% മാർക്ക് വരാൻ പോകുന്നത്. പിന്നെ 50% മാർക്ക് വരാമോ ബ്യൂട്ടി ആൻഡ് ദി പെർഫെക്ഷൻ ഓഫ് ഡ്രോയിങ്. നിങ്ങൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതർ ചാർട്ടിൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ അത് എത്രത്തോളം കാണാൻ വൃത്തിയുണ്ട് എന്നതിനനുസരിച്ചും നിങ്ങൾക്ക് 50% മാർക്ക് കിട്ടുമായിരിക്കും. ആവശ്യമില്ലാത്ത സൈഡ്സൊക്കെ നിങ്ങൾക്ക് എറേസ് ചെയ്ത് കളയാം. അങ്ങനെ നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവം മാത്രം ബ്യൂട്ടിഫുള്ളി റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് മാർക്ക് ഉണ്ടായിരിക്കും. യെസ്, പിന്നെ ഒരെണ്ണുള്ളത് എക്സ്പ്രഷൻ ആണ് 10% മാത്രമായിരിക്കും നിങ്ങളുടെ മാർക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത് ഗ്രീൻ പ്രോട്ടോക്കോളാണ്, അഥവാ ഹരിത പ്രോട്ടോക്കോൾ. സോ നിങ്ങൾ പ്ലാസ്റ്റിക്, തെർമോക്കോൾ പോലുള്ള സാധനങ്ങൾ നിങ്ങൾ അത് യൂസ് ചെയ്യാൻ പാടില്ല, പരമാവധി ഒഴിവാക്കുക. ഇതിന് പോയിന്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. വേറെ എന്തായിരിക്കും? റൈറ്റ് അപ്പ് ആൻഡ് റിക്വയർഡ് ബിഫോർ ഹാൻഡ്. സോ റൈറ്റ് അപ്പ് നിങ്ങൾ ഒരു പ്രസന്റേഷൻ നിങ്ങൾ കൊടുക്കുന്നതിന് മുന്നേ ഒരു A4 ഷീറ്റിൽ നിങ്ങൾ റൈറ്റ് അപ്പ് ചെയ്ത് ജഡ്ജസിനെ നിങ്ങൾ നേരത്തെ തന്നെ കൈമാറണം. ഓക്കെ, യെസ്. വേറെ പറഞ്ഞില്ലേ, ഓൺ ദ സ്പോട്ട് ഐറ്റംസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെയാണോ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാനുള്ള സംഭവങ്ങൾ അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ നിന്ന് മാത്രം അത് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരെണ്ണം ജഡ്ജസിൻ്റെയൊക്കെ ഒന്നും ചോദിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ്. ഓക്കെ, ഇനി പ്യൂർ ആൻഡ് അപ്ലൈഡ് കൺസ്ട്രക്ഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. പലർക്കും കുറച്ച് ഡൗട്ട് ഉള്ള ഒരു സംഭവം കൂടിയാണ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കൺസ്ട്രക്ഷൻസ്. അപ്പോൾ അക്യൂറസി ആൻഡ് പ്രിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ഒരു പെർപെൻഡിക്കുലർ എടുത്തു, ബൈസെക്ടർ എടുത്തു, ആംഗിൾ ബൈസെക്ടർ എടുത്തു, ഇതൊക്കെ എന്തിനാണ് എടുത്തത് എന്നുള്ളൊരു ഐഡിയ വേണം. അതൊക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ടാവുകയും വേണം. എങ്ങനെയാണ് ജഡ്ജസിന് മനസ്സിലാവണത്, നിങ്ങൾ കറക്റ്റ് എങ്ങനെ വരച്ചതെന്നുള്ളതും മനസ്സിലാവണം. സോ പ്രിസിഷൻ അക്യൂറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കൺസ്ട്രക്ഷൻ. ആൻഡ് എക്സ്പ്ലനേഷന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പെർപെൻഡിക്കുലർ എങ്ങനെയാണ് വെച്ച്, എന്തിനാണ് വരച്ചത്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും വരച്ചാൽ മതിയായിരുന്നോ എന്നുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വര വരച്ചാലും അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. യെസ്, പ്യൂർ കൺസ്ട്രക്ഷന് ഓൺലി കോമ്പസ് ആൻഡ് റൂളർ മാത്രമേ പറ്റൂ. ഇതാണ് പ്യൂർ കൺസ്ട്രക്ഷൻ, അപ്ലൈഡ് കൺസ്ട്രക്ഷനിൽ നമ്മൾ മാറ്റി നിർത്തുന്ന സംഭവം. സോ പ്യൂർ കൺസ്ട്രക്ഷന് ഒരു കോമ്പസ് പറ്റും, പിന്നെ ഒരു പെൻസിൽ പറ്റും ഓഫ് കോഴ്സ്, പിന്നെ ഒരു റൂളർ മാത്രമേ പറ്റുള്ളൂ. റൂളർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കെയിലാണ്, പക്ഷേ സ്കെയിലുമേ നിങ്ങൾക്ക് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല. 1, 2, 3 എന്നുള്ള മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ബേസിക്കലി അതൊരു സ്ട്രെയിറ്റ് ലൈന് വരക്കാൻ പറ്റുന്ന ഒരു വടി മാത്രമാണ്. ഓക്കെ, റൂളർ എന്ന് വെച്ചാൽ മാർക്കിംഗ് ഇല്ലാത്തൊരു സ്കെയിലിനെയാണ് നമ്മൾ റൂളർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കോമ്പസ് മാത്രം നമുക്ക് വെക്കാൻ പറ്റും. സോ ഒരു സ്ട്രെയിറ്റ് ലൈനും ഒരു കോമ്പസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് വരക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പ്യൂർ കൺസ്ട്രക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്ലൈഡ് കൺസ്ട്രക്ഷൻ എന്താ? നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും സ്കെയില്, പെൻസിൽ, കോമ്പസ്, സെറ്റ് സ്ക്വയർ, പ്രൊട്ടക്റ്റഡ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ അപ്ലൈഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇനി ചാർട്ട് ഐറ്റത്തിൽ നമുക്ക് നോക്കാനുള്ളത് 3 ചാർട്ട് നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മറ്റ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെയാണ് 3 ചാർട്ടിലായിരിക്കും നിങ്ങൾക്ക് ചെയ്യുക. സോ മാക്സിമം 3 ചാർട്ട് നിങ്ങൾക്ക് ഒറ്റ ചാർട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോകാൻ കുഴപ്പമില്ല. 3 ചാർട്ടായിരിക്കും ചാർട്ട് ഐറ്റത്തിൽ ഉണ്ടായിരിക്കുക. സോ 3 ചാർട്ട് ഷുഡ് ഹാവ് റിലേറ്റഡ് സബ്ജക്റ്റ്. 3 ചാർട്ടിൽ നിങ്ങൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരെണ്ണത്തിൽ കോഡിങ് ജോമെട്രി, മറ്റതിൽ ബൈനോമിയൽ തിയറം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന കാര്യമില്ല. 3 ചാർട്ടിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം ലിങ്ക്ഡ് ആണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും. ഓക്കെ, സോ ലിങ്ക്ഡ് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ചാർട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. യെസ്, സോ 3 hour മോഡലിംഗ് ആൻഡ് പ്രാക്ടീസ്. നിങ്ങൾ അവിടെ ഒരു 9 മണിക്ക് ചെന്നിട്ട് 3 മണിക്കൂർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ. പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചാർട്ട് വരക്കാൻ, അതിൻ്റെ പ്രാക്ടീസും ചാർട്ട് വരക്കുന്നതും പ്ലസ് നിങ്ങൾ പ്രസൻറ്റേഷന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ് ഈ 3 മണിക്കൂർ. അത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ആയിരിക്കും പ്രസൻറ്റേഷൻ. ജഡ്ജസിന് മുന്നേ നിങ്ങൾക്ക് 5 മിനിറ്റ് ആയിരിക്കും പ്രസൻറ്റേഷൻ ചെയ്യാൻ കിട്ടുന്ന സമയം. ഓക്കെ, യെസ്. ഇനി നമുക്ക് പ്യൂർ കൺസ്ട്രക്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. യെസ്, സോ ഫസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് സ്ക്വയറിങ് ദി സർക്കിൾ.
സോ ഇവിടെ സൂക്ഷിച്ച് നോക്കുക, ഇതൊരു സർക്കിളാണ്, അതിൻ്റെ റേഡിയസ് 1 ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏരിയ വരാൻ പോകുന്നത് πr², അതായത് പൈ ആയിരിക്കും. റേഡിയസ് 1 ഒരു സർക്കിളിൻ്റെ ഏരിയ വരാൻ പോകുന്നത് പൈ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സർക്കിളിൻ്റെ അതേ ഏരിയയുള്ള ഒരു സ്ക്വയർ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. സോ ഈ സ്ക്വയറിൻ്റെ ലെങ്ത് വരാൻ പോകുന്നത് √π ആയിരിക്കും, കാരണം ഇതിൻ്റെ ഏരിയ പൈ ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ലെങ്ത് വരാൻ പോകുന്നത് √π ആയിരിക്കും, കാരണം √π സ്ക്വയർ എടുത്താൽ നമുക്ക് പൈ കിട്ടും. സോ ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സർക്കിളിൻ്റെ അതേ ഏരിയയുള്ള സ്ക്വയർ ഉണ്ടാക്കുക. ഇത് മാത്രമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, √π എന്നുള്ള ലെങ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ മതി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ടാസ്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഇത് ഇമ്പോസിബിളാണ്. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇമ്പോസിബിൾ ആണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പൈ എന്നുള്ളത് ട്രാൻസ്ജെൻഡൽ ആയിട്ടുള്ള നമ്പറാണ്, അതൊരിക്കലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള റീസൺസ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, 1800s ഇത് പ്രൂവ് ചെയ്യപ്പെട്ടത്. ഇതൊരിക്കലും പോസിബിൾ അല്ലാന്ന് BC കാലഘട്ടം മുതലേ ഇത് വരയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. യെസ്, സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് രാമാനുജൻ്റെ ഒരു കൺസ്ട്രക്ഷനാണ്, 355/113 കൺസ്ട്രക്ഷൻ. പൈൻ്റെ ഒരു അപ്രോക്സിമേഷൻ ആണ് 355/113. ഈ ഒരു കൺസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടാണ് രാമാനുജൻ ഇവിടെ വരച്ചത്. നമ്മളിത് OR എന്നുള്ളത് റേഡിയസ് 1 ആണെന്ന് വിചാരിക്കുക. O എന്നുള്ളതാണ് സെൻറ്റർ, R എന്നുള്ള റേഡിയസ് ആണ്. സോ R എന്നുള്ള റേഡിയസ് അല്ല, ഒരു പോയിന്റ് ആണ്. സോ ഇതിൻ്റെ റേഡിയസ് ഉള്ളത് 1 ആണെങ്കിൽ നമുക്ക് RDൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി √π ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, RDൻ്റെ വാല്യൂ √π ആയിരിക്കും. പക്ഷെ ഇത് കറക്റ്റ് √π അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് √π ഒരിക്കലും കൺസ്ട്രക്റ്റബിൾ അല്ല. അതിൻ്റെ ഏറ്റവും നല്ലൊരു അപ്രോക്സിമേഷനാണ് രാമാനുജൻ വരച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പ്യുവർ കൺസ്ട്രക്ഷന് വരക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ്. ഇനി ഇത് എങ്ങനെ വരക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡഡ് ആയിരിക്കും. യെസ്, ഓക്കെ. സോ ഇത് മാത്രമല്ല, നമുക്ക് 355/113 കൺസ്ട്രക്ഷനിൽ ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. യെസ്, ഗെൽഡേഴ്സ് 355/113 കൺസ്ട്രക്ഷൻ. സോ ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഒരു സർക്കിളും പിന്നെ ഈ ഒരു സ്ക്വയറും സെയിം ഏരിയ ആയിരിക്കും. യെസ്, സെയിം ആയിരിക്കില്ല, ബട്ട് അറൗണ്ട് π ആയിരിക്കും. AK = π നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ π നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക, അത് വെച്ചുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കും. സോ ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ π കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. π എന്തായാലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ അപ്രോക്സിമേഷൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിലായിരിക്കണം. ജഡ്ജസ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം π ഒരിക്കലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. സ്ട്രേറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, ഓർ √π കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ അപ്രോക്സിമേഷൻ മാത്രമാണ് ഇതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. യെസ്, ഇത് ഗെൽഡേഴ്സിൻ്റെ നേരത്തെ പറഞ്ഞ രാമാനുജൻ്റെയാണ്. ഇതിനൊക്കെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കൺസ്ട്രക്റ്റബിൾ റെഗുലർ പോളിഗൺസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ പ്യുവർ കൺസ്ട്രക്ഷന് സാധാരണ യൂസ് ചെയ്ത് വരുന്ന ഒരു സംഭവം കൂടിയാണിത്. സോ ഇത് നിങ്ങൾ കാണുന്നത് ഒരു റെഗുലർ പെൻറ്റഗൺ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരുപാട് റെഗുലർ പോളിഗൺസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. യെസ്, എൻ സൈഡഡ് ആയിട്ടുള്ള ഒരുപാട് റെഗുലർ പോളിഗൺസ് പലരും കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നത് ഒരു റെഗുലർ പെൻറ്റഗൻ്റെ കൺസ്ട്രക്ഷനാണ്. യെസ്, സോ ഏതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും? 3, 5, 4 അങ്ങനെ ഈ കാണിച്ചിട്ടുള്ള നമ്പർ ഓഫ് സൈഡ്സുള്ള എല്ലാ റെഗുലർ പോളിഗൺസും ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പല എക്സാമ്പിൾസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിൽ പലതും ഒരുപാട് സമയം എടുക്കുന്നതാണ്, അത് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. യെസ്, 17 സൈഡഡ് പോളിഗണൊക്കെ അത്യാവശ്യം നല്ല കോമൺ ആണ്. യെസ്, ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് മാൽഫാറ്റി സർക്കിൾസ്. അതായത് ഒരു ട്രയാങ്കിൾ വരച്ചാൽ അതിൽ കറക്റ്റ് ഫിറ്റ് ആവുന്ന സർക്കിൾസിനെ അല്ല നമ്മൾ മാൽഫാറ്റി സർക്കിൾസ് എന്ന് പറയുക. കറക്റ്റ് ഫിറ്റ് ആവുന്ന ഒരുപാട് സർക്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിൽ ഏറ്റവും ഏരിയ കൂടിയ സർക്കിൾസിനെ ആയിരിക്കും നമ്മൾ മാൽഫാറ്റി സർക്കിൾസ് എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അതിൽ ഏറ്റവും കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന ഏറ്റവും ഏരിയ കൂടിയ സർക്കിൾസിനെ ആയിരിക്കും മാൽഫാറ്റി സർക്കിൾസ് എന്ന് പറയാൻ പോകുന്നത്. സോ ഇത് വരയ്ക്കാനുള്ള മെത്തേഡ്സും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് നോക്കുക, വരയ്ക്കുക. സോ മാത്സ് ഫെയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം പോകുന്നതിന് മുന്നേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വരയ്ക്കുക, വരയ്ക്കാനുണ്ടെങ്കിൽ വരയ്ക്കുക, അല്ലെങ്കിൽ അതർ ചാർട്ടാണെങ്കിൽ അങ്ങനെ നമ്പർ ചാർട്ടാണെങ്കിൽ അതിനനുസരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. സോ മാത്സ് ഫെയറിന് പോകുന്നതിന് മുന്നേ ഒരു 2 ദിവസം മുന്നേ, അതായത് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ചാർട്ടൊക്കെ എടുത്ത് കറക്റ്റ് വരച്ച് കഴിഞ്ഞിട്ട് 3 hour ഡ്യൂറേഷനിൽ വരച്ച് കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് 2 ടൈം വരച്ച് നോക്കുക. യെസ്, സോ മാത്സ് ഫെയറിനെ എല്ലാവരും നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. യെസ്, നിങ്ങൾ എന്താണ് ഇവിടെ അതർ ചാർട്ടിൽ അല്ലെങ്കിൽ നമ്പർ ചാർട്ടിൽ അല്ലെങ്കിൽ പ്യുവർ കൺസ്ട്രക്ഷൻ, അപ്ലൈ കൺസ്ട്രക്ഷൻ, ഇതിൽ എന്ത് എക്സാമ്പിൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. യെസ്, എന്നാലൊക്കെ നമുക്കിനി വീണ്ടും കാണാം.